أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. സഹോദരന്മാരെ, സഹോദരികൾ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട മുറപ്രകാരം വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ വിധിയിൽ, തീരുമാനങ്ങളിൽ, അള്ളാഹിൽ സംതൃപ്തി അടയുകയും മനസ്സമാധാനത്തോടുകൂടി ജീവിച്ചു പോവുകയും ചെയ്യാനുള്ള വഴികൾ അന്വേഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യരന്വേഷിക്കുകയാണ് ഈ ഭൂമുഖത്ത് ഒരേ ഒരു വസ്തുവിൽ തേടിപ്പോകുന്നവരൊക്കെയും തേടിപ്പോയിക്കൊണ്ടിരിക്കുന്നത് പണം ചെലവഴിച്ചും അല്ലാതെയുമൊക്കെ കഷ്ടപ്പെട്ടധ്വാനിക്കുന്ന മനുഷ്യൻ സമാധാനം എന്ന് പറയുന്ന ഒരു സാധനത്തെ തേടിയാണ്. അതിന് സആദ എവിടെ നിന്ന് കിട്ടുമത്? അറബിയിലെ സആദ, സമാധാനം എന്ന മലയാളത്തിലെ പദം. ഇതന്വേഷിച്ച് പോകുന്ന ആളുകളുണ്ട്. ഈ പോകുന്ന ആളുകളൊക്കെ പലപ്പോഴും അവർക്കെല്ലാവർക്കും വേണ്ടത് ഒന്നാണ്, പക്ഷെ പോകുന്നത് വിവിധ റൂട്ടുകളിലൂടെയാണ്. ഈ ചെന്നെത്തുന്ന വഴി അവസാനിക്കുന്നത് പലപ്പോഴും സആദത്തിലല്ല, ശഖാവത്തിലാണ്. സമാധാനത്തിലല്ല, അശാന്തിയിലാണ്. ശാന്തിയും സമാധാനവും തേടിപ്പോയവർ ആത്മഹത്യയുടെ മുൻപിലെത്തുന്ന ദാരുണമായ കാഴ്ചയും കാണും. പലരുടെയും ധാരണ ധാരാളം സമ്പത്തുണ്ടായാൽ ഈ പറയുന്ന സാധനം സ്വായത്തമാക്കാം എന്നാണ്. അതിനുവേണ്ടി പെടാപ്പാടുപെടുന്നവരാണ് സമൂഹത്തിലെ 80% ആളുകളും. വളരെ കുറച്ച് മടിയന്മാരായ ആൾക്കാർ പക്ഷേ ചെയ്യുന്നുണ്ടാവില്ല. എന്നാൽ ആ ഒരു അവസ്ഥ, അത് സ്വായത്തമാക്കിയാൽ സമാധാനം കിട്ടുമെന്നതൊരു തോന്നൽ മാത്രമാണ്, യാഥാർത്ഥ്യമല്ലാത്ത ഒരു തോന്നൽ മാത്രമാണ്. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, പരലോകത്തെത്തുമ്പോൾ വലിയ വലിയ ധനാഢ്യരായ ആളുകൾ, ധനം കൊണ്ട് ഇവിടെ ഇങ്ങനെ പത്രാസ് കാണിച്ചിരുന്ന ആളുകൾ, മാ ആന അന്നി മാലിയ, എനിക്ക് എൻ്റെ സമ്പത്ത് ഒരു ഉപകാരവും ചെയ്തില്ല. മാ ആന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ, എനിക്ക് ഞാനുണ്ടാക്കി വെച്ചിരുന്ന അധികാരങ്ങളുണ്ടല്ലോ അതെല്ലാം നശിച്ചു പോവുകയും പരലോകത്ത് നാശത്തിൻ്റെ ഹേതുവായി മാറുകയും ചെയ്യുന്ന ധാരണമായ ദുഃഖകരമായ സങ്കടകരമായ പശ്ചാത്തലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വർണവും വെള്ളിയുമൊക്കെ കൂമ്പാരമായി കൂട്ടിവെച്ച് റമദാൻ മാസം വരുന്നു. ഈ ആയത്ത് കൂടുതൽ ചർച്ച ചെയ്യുന്ന ക്ലാസ്സുകളും സംഗതികളും വരാൻ പോകും. ഞാൻ അതിൽ വിശദമായി ചർച്ച ചെയ്യുന്നില്ല. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുന്നൊരു സംഗതിയുണ്ട്. അതിൽ നിന്ന് പാവങ്ങൾക്കുള്ള 2.5% അവകാശം കൃത്യമായി പോകുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ശിക്ഷയായി മാറുന്ന ആ ആയുധങ്ങളായി അതേ സാധനത്തെ അള്ളാഹു മാറ്റി നിങ്ങൾ ശിക്ഷിക്കുമെന്ന്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഈ ആളുകൾ ഇന്ന് മനസ്സമാധാനത്തിന് വേണ്ടി കൂമ്പാരമായി കൂട്ടിവെക്കാൻ പെടാപ്പാടുപെടുന്ന സമ്പത്ത് നിങ്ങൾക്ക് ഗുണമായിരിക്കുകയില്ല ചെയ്യുക, നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന സംഭവമായി മാറും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് വിശ്വാസികളായ ആളുകളോട് ഫലാ യഅ്ജിബ്ക അംവാലുഹും, പ്രവാചകർക്ക് ഓതിക്കൊടുത്തു അല്ലാഹു, പ്രവാചകരെ അവരുടെ സമ്പത്ത് നിങ്ങൾ വല്ലാതെ ആശ്ചര്യം കൂറണ്ട, സങ്കടപ്പെടും വേണ്ടത് കണ്ടിട്ട്. വലാ ഔലാദുഹും, അവർക്ക് അല്ലാഹു ധാരാളം സമ്പത്ത് നൽകുന്നുണ്ട്, അവർക്കും അല്ലാഹു മക്കൾ നൽകുന്നുണ്ട്.
അതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്. അള്ളാഹു റഹ്മാൻ ആണ് എന്നതിൻ്റെ തെളിവുമാണത്. അള്ളാഹുവിന് വഴിപ്പെട്ടവരെയും അള്ളാഹുവിന് വഴിപ്പെടാത്തവരെയും, അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരെയും അള്ളാഹു ഇല്ലെന്ന് വിശ്വസിക്കുന്നവരെയും അള്ളാഹുവിനെ പാടെ തള്ളിപ്പറയുന്ന ആളുകൾക്കും ഈ ദുനിയാവിൽ അവർക്ക് വേണ്ടതൊക്കെ നൽകും എന്നതാണ് റഹ്മാൻ എന്ന വാക്കിൻ്റെ വിശദീകരണം എന്ന് നമ്മൾ മദ്രസയിൽ പഠിച്ചതാണല്ലോ. അപ്പം അങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കും. അള്ളാഹു തീർച്ചയായും പ്രവാചകരെ, സത്യവിശ്വാസികളെ ഉദ്ദേശിക്കുന്നത് ദുനിയാവിലെ ജീവിതത്തിൽ അവരെ അതുവഴി ശിക്ഷിക്കാനാണ്. സത്യനിഷേധികളായി തന്നെ അവർ ജീവനാശമടയണം എന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അവർ സത്യനിഷേധികളായി തന്നെ മരിച്ചു പോകട്ടെ എന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. സമ്പത്തിൻ്റെ മേൽ ആളുകൾ സമ്പത്തുണ്ട് എന്നതിൻ്റെ പേരിൽ അഹങ്കാരം കാണിക്കുമ്പോൾ വിശ്വാസികളായ ആളുകളുടെ മനസ്സിൽ യാതൊരു വിഷമവും വേണ്ട എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൂറത്ത് തൗബയിലെ 55-ാമത്തെ ആയത്തിലൂടെ ഒരു യാഥാർത്ഥ്യം പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടി ആവണ്ട മനുഷ്യൻ്റെ മുഴുവൻ അധ്വാനങ്ങളും എന്ന് നമ്മളോട് തിരുത്തി പറയുന്നുമുണ്ട്. ഹക്കീം ബിൻ ഹിസാം പ്രവാചകരോട് ഇങ്ങനെ ചോദിച്ചു, പ്രവാചകരെ, എനിക്ക് കുറച്ച് സമ്പത്ത് വേണം, ബൈത്തുൽ മാലിൽ നിന്നും സദഖയും സക്കാത്തും ഒക്കെ കൊടുക്കുമ്പോൾ എനിക്ക് വേണം. റസൂൽ കൊടുത്തു. പിന്നെയും ആവശ്യം വന്നു, എനിക്ക് ഇനിയും വേണം. പ്രവാചകൻ കൊടുത്തു. ഇനിയും വേണം. പ്രവാചകൻ കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തെയും നമ്മളെയും പഠിപ്പിക്കുന്ന ഒരു സമ്പത്തിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഹക്കീം, ഇന്ന ഹാദൽ മാൽ ഖളിറത്തുൻ ഹുൽവ, ഇത് നല്ല പച്ചപ്പുള്ള, കാണാൻ ഇമ്പമുള്ള ഒരു സാധനമാണ്, മധുരമുള്ളതാണ്. അത് ആർക്ക് കിട്ടിയാലും നല്ലതാണ്, എല്ലാവരും അതൊന്ന് ആസ്വദിക്കും, തർക്കമൊന്നുമില്ല. പക്ഷേ ഫമൻ അഖദഹു ബിത്വീബി നഫ്സിൻ, നല്ല മനസ്സോടുകൂടി സമ്പത്തിനെ സമീപിക്കുകയും നല്ല മനസ്സോടുകൂടി അതിനെ സ്വീകരിക്കുകയും ശേഖരിക്കുകയും സമ്പാദിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ബൂരികലഹു ഫീഹി, അതിൽ ബർക്കത്തുണ്ടാകും. മറിച്ചാണെങ്കിലോ വമൻ അഖദഹു ബിഇശ്റാഫി നഫ്സിൻ, ആർത്തിയോടെ ആക്രാന്തത്തോടെ വല്ലാത്തൊരു വാരിപ്പിടിക്കലിലൂടെ അത് ഒന്നാകെ വാരിക്കൂട്ടാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ ലം യുബാരിക ലഹു ഫീഹി, ആ സമ്പത്തിൽ ബർക്കത്തുണ്ടാവുകയില്ല. എന്ന് മാത്രമല്ല വകാന കല്ലദീ യഅകുൽ വലാ യശ്ബഅ, എത്ര തിന്നാലും വിശപ്പ് മാറാത്തവനെ പോലെയാകും അവൻ. എത്ര കൂമ്പാരമായി കിട്ടിയാലും 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാനിൽ സഹസ്രം മതിയെന്നും പണ്ട് നമ്മൾ 4-ാം ക്ലാസ്സിൽ പഠിച്ച വരി ഓർത്തു വെക്കുക. അങ്ങനെ അതിങ്ങനെ ഇരട്ടിയായി പോകാനുള്ള ഒരു അവസ്ഥയുണ്ടാകുമെന്ന്. അതുകൊണ്ട് വൽയദുൽ ഉൽയ ഖൈറും മിനൽ യദി സുഫ്ല, ഹകീം, ഈ നീട്ടുന്ന കൈയല്ല നല്ലത്, ഈ കൊടുക്കുന്ന കൈയാണ് നല്ലത് എന്നൊരു സംഭവം പഠിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. മനസ്സമാധാനം എന്നത്, ഹക്കീം, മനസ്സമാധാനം എന്നത് വിശ്വാസികളെ, നിങ്ങളുടെ വീട്ടിൽ ധാരാളക്കണക്കിന് സമ്പത്തുണ്ട് എന്നതുകൊണ്ടുണ്ടാവുകയില്ല, നിങ്ങൾ കുറെ ബാങ്ക് ബാലൻസ് ഉണ്ട് എന്നതുകൊണ്ട് ലഭിക്കുന്ന ഒരു സംഭവമല്ല. ഒരു ഭാര്യയോടൊരു ഭർത്താവ് മുമ്പ് ഒരിക്കൽ പറഞ്ഞു, എന്നക്ക്, ഞാൻ നിന്നെ മാനസികമായി പീഡിപ്പിക്കുന്ന, വിഷമിപ്പിക്കും, സങ്കടപ്പെടുത്തും, ഇടങ്ങേറാക്കും, ഈ അർത്ഥമൊക്കെ വെച്ചോളൂ. ആ ഭാര്യ വളരെ ശാന്തയായി അങ്ങേയറ്റത്തെ വിശ്വാസ ബാധ്യതയോടുകൂടി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, നിങ്ങൾക്കതിന് സാധിക്കില്ല ഉപരി, നിങ്ങൾക്കതിന് കഴിയില്ല. ലാ തസ്തതി അൻ തശ്ഖിയനി കമാ ലാ തസ്തതി അൻ തുസ്ഇദനി, എന്നെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത പോലെ എന്നെ മാനസികമായി പീഡിപ്പിക്കുവാനും വിഷമിപ്പിക്കുവാനും സങ്കടപ്പെടുത്തുവാനും തളർത്താനും നിങ്ങൾക്കാവില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? എൻ്റെ സന്തോഷം നിങ്ങൾ എനിക്ക് തരുന്ന ചില്ലിക്കാശിൽ അല്ലെങ്കിൽ കാശിൽ നിന്നാണ് ഉണ്ടാകുന്നത് എങ്കിൽ നിങ്ങൾക്കത് കട്ട് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അടുത്തു നിന്ന് എന്തെങ്കിലും ചോദിച്ചു വാങ്ങി അതനുഭവിച്ചിട്ടാണ് ഞാൻ ആനന്ദം കണ്ടെത്തുന്നത് എങ്കിൽ നിങ്ങൾക്കതൊക്കെ എനിക്ക് തരണ്ടെന്ന് നോക്കാം. പക്ഷേ ഇന്നീ അജിദു സആദതി ഫീ ഈമാനി, എൻ്റെ സആദത്ത്, എൻ്റെ ആനന്ദം കുടികൊള്ളുന്നത്, എൻ്റെ മനസ്സമാധാനവും ശാന്തിയും കുടികൊള്ളുന്നത് എൻ്റെ വിശ്വാസത്തിലാണ്.
ഈമാനി ഫീ ഖൽബി, എൻ്റെ ഈമാൻ എൻ്റെ ഖൽബിലാണുള്ളത്. ഒരാൾക്കും വഖൽബി ലാ സുൽത്താന ലി അഹദിൻ അലൈഹി ഗൈറ റബ്ബി, എൻ്റെ മനസ്സുണ്ടല്ലോ, ആ മനസ്സിന്റെ നിയന്ത്രണം എൻ്റെ തമ്പുരാനല്ലാതെ മറ്റാർക്കുമില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് എന്നെ അശാന്തിയിലാക്കുക, അസമാധാനത്തിലാക്കുക? അങ്ങനെയൊന്നുമില്ല. ഇതാണ് വിശ്വാസിയുടെ ഒരു മൂഡ്. ഇതാണ് വിശ്വാസി എന്ന് പറയുന്നത്. അയാൾ സമാധാനത്തിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും. അധികാരമുണ്ടായാൽ എന്തൊക്കെയോ നേടിയെടുത്തോ സമാധാനം കിട്ടുമെന്ന് വിചാരിക്കുന്ന ആളുകൾ അന്നും ഉണ്ടായിരുന്നു. അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വന്നിട്ട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ എന്താണ് നബിയെ എന്നെ ഗവർണറാക്കി അയക്കാത്തത്? എനിക്കെന്താ നിങ്ങൾ അങ്ങനത്തെ കുഷ്യനൊന്നും തരാത്തത്? യാ ബദർ ഇന്നക ലഈഫുൻ, അബൂദർ നിങ്ങൾ ദുർബലനാണ്. വഇന്നഹ അമാനത്തുൻ, അധികാരമെന്നത് അതൊരു വല്ലാത്ത ഉത്തരവാദിത്തമാണ്, വല്ലാത്ത ഉത്തരവാദിത്തമാണ്. വഇന്നഹ യൗമൽ ഖിയാമത്തി ഖിസ്യുൻ വനദാമ ഇല്ലാ മൻ അഖദഹ ബിഹഖിഹ, മാനക്കെടും സങ്കടവുമായിരിക്കും പരലോകത്ത് അതുവഴി ഉണ്ടാവുക. ഇല്ലാ മൻ അഖദഹ ബിഹഖിഹ, അത് കൃത്യമായി യഥോചിതം അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ സാധിക്കാത്തവർക്കൊക്കെയും. സമ്പത്ത് ദുനിയാവിലോ ആഖിറത്തിലോ നമുക്ക് സമാധാനം നൽകുന്നില്ല. അധികാരം അത് കൃത്യമായി നിർവഹിക്കാത്തവർക്ക് പരലോകത്തൊരു വമ്പിച്ച നഷ്ടമായി മാറും. ചിലർ വിചാരിച്ചത് പ്രശസ്തിയുണ്ടെങ്കിൽ അങ്ങനെയാണെന്ന്. എത്രയോ വലിയ കോടിക്കണക്കിന് ശതകോടീശ്വരികളായി ആത്മഹത്യയുടെ മുനമ്പിലേക്ക് നടന്നു നീങ്ങിയ സിനിമാ നടികളുടെ കഥ പറയുന്നുണ്ടെമ്പോൾ ചരിത്രത്തിൽ ഞാൻ പറയുന്നില്ല. അവരൊക്കെയും അവസാനം പറഞ്ഞത്, എനിക്കൊരു ഉമ്മയാകാൻ സാധിച്ചില്ല, നല്ലൊരു ഭാര്യയാകാനായില്ല. 5ഉം 8ഉം ആണുങ്ങളുടെ കിടപ്പറയിൽ ഭാര്യയാണെന്ന് പറഞ്ഞ് ജീവിച്ചിട്ടുണ്ട്, ഒന്നിനു പുറകെ ഒന്നായി തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് നല്ലൊരു ഭാര്യയാകാനോ ഒരു ഉമ്മയാകാനോ സാധിച്ചില്ല. മക്കളെ, എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിമാരെ, എനിക്ക് നിങ്ങളോട് ഉപദേശിക്കുവാനുള്ളത്, ഈ ഒരു സ്ത്രീയുടെ ഏറ്റവും ആനന്ദം തുളുമ്പുന്ന ജീവിതം എന്ന് പറയുന്നത്, ശാന്തത ലഭിക്കുന്ന മനഃശാന്തിയുള്ള ജീവിതം എന്ന് പറയുന്നത്, ഒരു ഭർത്താവിന്റെ കീഴിൽ ഒരു കുടുംബത്തിലെ ഒരു കുടുംബിനിയായി ജീവിച്ച് മരിച്ചു പോകുമ്പോൾ മാത്രമാണ് എന്ന് പറഞ്ഞിട്ടാണ് പലരും ആത്മഹത്യാ മുനമ്പിലേക്ക് നടന്നു നീങ്ങിയത്. വലിയ ഉദ്യോഗമുണ്ടെങ്കിലോ ഒരു വനിതാ ഡോക്ടർ എഴുതിയ ഒരു കുറിപ്പ് ഇങ്ങനെയാണ്: ഞാൻ പഠിച്ച് എനിക്ക് നല്ല വിവരവും, എനിക്ക് ഡോക്ടറായി ഞാൻ നല്ല ഒരു വിശ്വഭ്യരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാവിലെ എൻ്റെ ഡ്രൈവർ എന്നെ വിളിച്ച് എൻ്റെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നു. ഒരു യാന്ത്രികമായി ഇങ്ങനെ പോവുകയാണ്. അവിടെ എത്തുമ്പോൾ ഞാൻ ഈ വെള്ള കോട്ടൊക്കെ ധരിച്ച് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ, എൻ്റെ ക്ലിനിക്കിലെത്തുമ്പോൾ അവിടെ സന്തോഷപൂർവ്വം എന്നോടൊപ്പം കുഞ്ഞുങ്ങളുടെ സ്വന്തം മക്കളുടെ കൈയും പിടിച്ച് ഇടവും വലവും മക്കളെ ഇരുത്തിയിട്ട് സന്തോഷപൂർവ്വം വന്നു നിൽക്കുന്ന ഉമ്മമാരെ കാണുമ്പോൾ എനിക്ക് സങ്കടമാണ് വരുന്നത്. എൻ്റെ ഈ വെളുത്ത കോട്ട് അവർ ഒരു വലിയ അടയാളമായി കാണുമ്പോൾ, കൊല്ലനുണ്ടാക്കി തന്ന ഒരു വലിയ കട്ടിയുള്ള എന്തോ ധരിക്കാൻ പ്രയാസമുള്ള ഒരു സാധനമായി എനിക്ക് അനുഭവപ്പെടുന്നു. 30കളുടെ അന്ത്യത്തിലേക്ക് അടുക്കുന്ന ഞാൻ ഇപ്പോഴും ഒരു കുടുംബജീവിതത്തിന്റെ സന്തോഷം എന്തെന്ന് അനുഭവിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട അനിയത്തിമാരെ, ഇതാണ് സുഖം ലഭിക്കുന്ന സംഭവം എന്ന് വിചാരിക്കേണ്ടതില്ല എന്ന് പറയുന്നു. പിന്നെ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? ഇതന്വേഷിക്കുന്ന സ്ഥലങ്ങൾ മാറിപ്പോവുകയാണ്. പണം കൂമ്പാരമായി വെച്ചിട്ട് സഅദത്ത് ലഭിക്കുന്നില്ല. വലിയ വലിയ പദവികളുള്ളവർക്ക് അത് ലഭിക്കുന്നില്ല. വലിയ വലിയ പ്രശസ്തിയുള്ളവർക്കും ഉദ്യോഗമുള്ളവർക്കും അത് ലഭിക്കുന്നില്ല പോലും. നമ്മുടെ അനുഭവമാണത്. ഇത് നമ്മുടെ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്, നല്ല ആരോഗ്യമുള്ള ആളുകൾ എത്ര പേർ മനസ്സമാധാനം ലഭിക്കാതെ കിടക്കുന്നുണ്ട്. നല്ല തണ്ടും കടിയും ആരോഗ്യമുള്ളവർക്ക് മനസ്സമാധാനമില്ലാത്തവർ. എന്നാൽ കിടപ്പിലായിപ്പോയ രോഗികൾ ഇനി ആ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുകയിൽ നിന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിരിക്കെ തന്നെ എത്രമേൽ സമാധാനത്തോടു കൂടി ജീവിച്ചു പോകുന്നു. അപ്പൊ ഈ സമാധാനം നൽകുന്ന വസ്തുത മറ്റെന്തോ ആണ്. ആ മറ്റെന്തോ ഒന്നിനെ കുറിച്ച് ആലോചിക്കാൻ സമയമായി.
അത് മറ്റൊന്നുമല്ല, അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നടക്കുക എന്നത് മാത്രമാണ്. അൽ ഇഖ്ബാൽ അല ത്വാഅ വൽ ഇബാദ വ തർക്കുൽ ദുനൂബ് വൽ മആസി. അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നിൽക്കുക, അള്ളാഹുവിന്റെ നിയമങ്ങളെ അനുസരിക്കുക, അള്ളാഹുവിന്റെ നിയമങ്ങളെ പഠിക്കാൻ തയ്യാറാവുക, അള്ളാഹുവിനെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരവസ്ഥയുണ്ടാവുക. മൻ അഹബ്ബല്ലാഹ് അഹബ്ബ ഖിദ്മതുഹു. നമുക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ ഖിദ്മത്ത് ചെയ്യുകയുള്ളൂ. ആ ഖിദ്മത്താണ് അഅ്മാലു സാലിഹാത്തുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അള്ളാഹു ഏൽപ്പിച്ച ഡ്യൂട്ടികൾ ചെയ്യാൻ മടി കാണിക്കുന്നവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നില്ല എന്നതൊരു സത്യമാണ്. നമ്മൾ അങ്ങനെ സ്നേഹിക്കുന്നു, നമ്മൾ ഇങ്ങനെ സ്നേഹിക്കുന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കാര്യമില്ല. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അള്ളാഹുവിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം സത്യവിശ്വാസികളായ ആളുകൾക്കുണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പരിചയപ്പെടുന്നുണ്ട്. നമ്മൾ ഇബാദത്തുകളിലൂടെ നടന്നെടുത്ത് അതുപോലെ ഐച്ഛികമായ കാര്യങ്ങളിലൂടെയും നടന്നെടുത്ത് പിന്നീട് നാം കാണുന്ന അല്ലാഹു ആകും, പിടിക്കുന്ന കൈ അല്ലാഹു ആകും എന്നൊക്കെ പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ, നമ്മളെപ്പോഴും കേൾക്കുന്ന. നമ്മളിങ്ങനെ വല്ലാത്തൊരു ദർജയിലൂടെ പോയി അള്ളാഹുവിന്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ആ ജീവിതം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന വല്ലാത്തൊരു അനുഭൂതിയുണ്ട്. വരുന്നു 10-30 ദിനരാത്രങ്ങൾ. ഈ 10-30 ദിനരാത്രങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ, മുസ്ലിമിന്റെ ജീവിതത്തിലെ ആനന്ദത്തിന്റെ, ആഹ്ലാദത്തിന്റെ ദിനരാത്രങ്ങളായി മാറുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അക്കാലത്താണ് നമ്മൾ കൃത്യമായി ഒരു വിശ്വാസി ചെയ്യേണ്ട വിശ്വാസപരമായ കാര്യങ്ങൾ അങ്ങനെ അള്ളാഹുവിനോ ഇഷ്ടപ്പെട്ട, അള്ളാഹുവെ ഇഷ്ടപ്പെടുക വഴി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ അക്കാലഘട്ടത്തിൽ നമുക്കുണ്ടാവുന്ന വല്ലാത്തൊരു ആനന്ദമുണ്ട്, ഒരു സഹാദത്തുണ്ട്, ഒരു ആഹ്ലാദമുണ്ട്. ആ ആഹ്ലാദത്തിന്റെ ഹേതു അത് തന്നെയാണ്. നിങ്ങൾ മനസ്സിന്റെ ശമനൌഷധം തേടിപ്പോവുകയാണെങ്കിൽ ആ ശമനൌഷധം എവിടെ കിട്ടുമെന്നതിന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ ഒരു പുസ്തകമുണ്ട്. അത് അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാവരും ആഗ്രഹിക്കുന്നത് മനസ്സിൽ നിന്ന് വിഷമങ്ങൾ നീങ്ങിപ്പോകണം, സങ്കടങ്ങൾ നീങ്ങിപ്പോകണം, ടെൻഷൻ ഇല്ലാതെയാവണം. അങ്ങനെ ടെൻഷൻ ഇല്ലാതെയാവാൻ പണം സമ്പാദിച്ചാൽ ടെൻഷൻ ഇല്ലാതെയാകുമോ? വിഷമങ്ങൾ മാറുമോ? ഉദ്യോഗം വലിയതായതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെയാകുമോ? സൗന്ദര്യം വർദ്ധിപ്പിച്ചതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെയാകുമോ? വിനോദങ്ങളിൽ ഇടപെട്ടതുകൊണ്ട്, എന്നും ടൂർ പോയതുകൊണ്ട് മനസ്സിൽ നിന്ന് ടെൻഷൻ ഇല്ലാതെയാകുമോ? പണം എങ്ങനെയും ചെലവഴിച്ച് ആഹ്ലാദകരമായി ആർത്തട്ടഹസിച്ച് ജീവിച്ചാൽ വേദനയും വിഷമവും നീങ്ങിക്കിട്ടുമോ? വേദനയും വിഷമവും നീങ്ങിക്കിട്ടിയാലല്ലേ അവിടെ നമുക്ക് മനസ്സമാധാനം എന്ന് പറയുന്ന സാധനത്തെ കുടിയിരുത്താനാവോ? അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നിൽക്കാതെ പടച്ചതമ്പുരാന്റെ മതത്തേക്ക് തിരിഞ്ഞു നിൽക്കാതെ, മത കൽപ്പനകളെ, ശാസനകളെ അനുസരിക്കാതെ അത് ലഭിക്കുകയില്ല. അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ, അള്ളാഹുവിന്റെ നിയമങ്ങളെ ഇത്തിബാ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വഴികേടിലാവുകയില്ല. അയാൾ വല്ലാതെ മനസ്താപത്തിലും സങ്കടത്തിലുമായി പോകുന്ന പശ്ചാത്തലമില്ല, ദുനിയാവിലുമില്ല, ആഖിറത്തിലുമില്ല. വമൻ അഅറള അൻ ദിക്രി, എന്റെ ദിക്റിൽ നിന്ന്, എന്നെ ഓർക്കുന്നതിൽ നിന്ന് ആര് തിരിഞ്ഞു കളയുന്നുവോ അസ്വസ്ഥമായ വേദനിപ്പിക്കുന്ന ജീവിതമായിരിക്കും അയാൾക്ക് ഇവിടെ ഉണ്ടാവുക, അവിടെയും ഉണ്ടാവുക. ഈ ആയത്താണ് നമ്മൾ ആവർത്തിച്ച് പാരായണം ചെയ്യേണ്ടത്. വിഷമങ്ങൾ കൊണ്ട് പൊതിയുകയാണെങ്കിൽ, മനസ്സിന് സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം കിട്ടുന്നില്ലെങ്കിൽ എവിടെയോ കുഴപ്പമുണ്ട്. ആ കുഴപ്പം മതജീവിതത്തിൽ നിന്ന് ഞാൻ എവിടെയോ തിരിഞ്ഞു പോയിട്ടുണ്ട്. അതിന്റെ ബാഹ്യമായ അടയാളങ്ങൾ അപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഉണ്ട് താനും. മതജീവിതത്തിന്റെ ബാഹ്യമായ അടയാളങ്ങൾ ജീവിതത്തിൽ നിലനിൽക്കെ തന്നെ അതിന്റെ ആത്മാവ് ചോർന്നു പോയത് ഞാനും നിങ്ങളും അറിഞ്ഞിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാലയളവിലേക്കാണ് ഞാനും നിങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. പടച്ചതമ്പുരാൻ വിശുദ്ധ ഖുർആനിൽ ഒന്നിലേറെ സ്ഥലത്ത് നൽകുന്ന ഒരു ഓഫറുണ്ട്. വമൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ തയ്യിബ. ആര് നന്നായി വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുവോ, ആണായാലും പെണ്ണായാലും, വലനുഹ്യിയന്നഹു ഹയാതൻ തയ്യിബതൻ,
വലനുഹിയന്നഹു ഹയാത്തൻ ഹസനതൻ, നല്ല ഒരു ജീവിതം. നല്ല ഒരു ജീവിതം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോടീശ്വരനോ ശതകോടീശ്വരനോ ആകുമെന്നല്ല, വലിയ വലിയ പദവികൾ അള്ളാഹു നൽകും എന്നുമല്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ മനസ്സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു ജീവിതം, അതാണ് ഞാനും നിങ്ങളും കൈ ഉയർത്തി റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്ന് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള യോഗ്യതയും ഞാനും നിങ്ങളും നേടണം. എമ്പാടും ദിക്റുകളും ദുആകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഇതൊക്കെ ഉണ്ടാവുക. ഇതൊന്നും ഇല്ലാത്ത ആളുകൾ മയ്യിത്തിനെ പോലെയാണ് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. കുറേ ദിക്റുകളും ദുആകളും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളും അതിനെ പറ്റിയ സദസ്സിലെ സാന്നിധ്യവും ഒക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിന് മാനസികമായി ഒരുങ്ങേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. മറ്റൊന്ന്, മനഃശാന്തി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഖദാഇലും ഖദറിലും തൃപ്തി ഉണ്ടാകുമ്പോൾ മാത്രം ലഭിക്കുന്നതാണ്. അള്ളാഹു പരീക്ഷിക്കുമ്പം, കണ്ണീര് കുടിപ്പിക്കുമ്പം, പ്രയാസങ്ങൾ ഉണ്ടാക്കുമ്പം അള്ളാഹുവിനെ തന്നെ ചീത്ത വിളിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിനെ തന്നെ ചീത്ത വിളിക്കുന്നത് വളരെ പരസ്യമായി. അവരുടെ മനസ്സിൽ പിന്നെ എന്നാണ് സമാധാനം ഉണ്ടാവുക? ഈമാൻ കാര്യങ്ങളിൽ ആറാമതായി എണ്ണിപ്പടിച്ച ഈ സംഗതിയെ പരസ്യമായി നിഷേധിക്കുന്ന എത്ര ആളുകളുണ്ട്? എന്ത് യോഗ്യതയാണ് പിന്നെ മനസ്സമാധാനം എന്ന് പറയുന്ന സംഗതിയെ അള്ളാഹുവിലേക്ക് കൈ നീട്ടാൻ അയാൾക്കുണ്ടാവുക? അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കേണ്ട ചില സംഗതികളാണ് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ. അള്ളാഹുവിനെ നന്നായി ആദരിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന നല്ല വിശ്വാസികളിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാ വൽ അഖ്വാത്ത് ഊസീകും വഇയ്യായ സാനിയൻ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, മനസ്സമാധാനം അന്വേഷിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ദീനിൽ നിന്നും ദീനിയായ ജീവിതം മുമ്പോട്ട് നയിച്ചുകൊണ്ടുമാണ് എന്ന് നന്നായി ഉൾക്കൊള്ളുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന് പരിശ്രമിക്കണമെന്ന് ഞാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞു വെച്ചത് ഖനാഅത്ത് എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ആദർശത്തിൻ്റെ ഈമാനിൻ്റെ അടിക്കല്ല്. അൽ ഖനാഅ കൻസുൻ ലാ യൻഫദ്. ഒരിക്കലും തീർന്നു പോകാത്തൊരു അക്ഷയനിധിയാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന സ്വഭാവം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതാണ് എനിക്ക് അള്ളാഹു നൽകിയത്, മതി, ഇത്രയേ എനിക്ക് അള്ളാഹു തന്നിട്ടുള്ളൂ, ഞാൻ സംതൃപ്തനാണ് എന്ന് പറയാനാവണം. മൻ അസ്ബഹ മിൻകും മുആഫൻ ഫീ ജസദിഹി. അള്ളാഹു നൽകിയ ശരീരത്തിൽ നിങ്ങൾക്ക് ആഫിയത്ത് അല്ലാഹു പ്രദാനം ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ നിങ്ങൾ നിർഭയനുമാണ് എന്ന് വിചാരിക്കുക. ഒരാൾക്ക് ജീവിച്ചു പോകാനുള്ള കൂത്ത്, റിസ്ഖ്, അന്നന്ന് ജീവിച്ചു പോകാനുള്ള സമ്പാദ്യവുമുണ്ട് എന്നും കരുതുക. എങ്കിൽ അള്ളാഹു ദുനിയാവ് മുഴുവൻ നിങ്ങൾക്ക് നൽകി എന്ന പോലെ കണക്കാക്കണം. അങ്ങനെ മതിയെന്ന് അന്നന്ന് മുഹമ്മദിൻ ഖുർത്ത എന്നൊരു പ്രാർത്ഥനയുണ്ട് പ്രവാചകന്റെ. മുഹമ്മദിൻ്റെ കുടുംബത്തിന് അന്നാന്ന് ഇങ്ങനെ ജീവിച്ചു പോകാനുള്ള വിഭവം നൽകിയാൽ മതിയെന്ന്. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വബഅത്നി ഫീ സുബറത്തിൽ മസാകീൻ എന്ന് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചാൽ, അതിന് മലയാളം പ്രാർത്ഥിച്ചാൽ നമ്മൾ ആമീൻ പറയുമോ ഈ സദസ്സ്? അല്ലാഹുവേ, നീ എന്നെ ദരിദ്രൻ എന്നല്ല, മിസ്കീനായി. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്തവരെന്നല്ല, ഈ പറഞ്ഞത് എങ്ങനെ ജീവിച്ചു പോകുന്നവൻ. തൽക്കാലം ഇങ്ങനെ ജീവിക്കാനുള്ള വരുമാനമുണ്ട്. പിന്നെ വല്ല രോഗമോ അതുപോലെ തന്നെ വല്ലതും വന്നുപെടുമ്പോൾ അയാൾ ജീവിക്കാൻ കഷ്ടപ്പെട്ടു പോകും. അപ്പം നമ്മുടെ സഹായം ആവശ്യമുണ്ട്. അതാണ് മിസ്കീൻ. സക്കാത്തിൻ്റെ അവകാശികളുടെ മിസ്കീൻ അതാണ്. അയാൾക്ക് വരുമാനമുണ്ട്, ഒരുപക്ഷെ ശമ്പളമുണ്ട്, ഒക്കെ ഉണ്ടാവും. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വബഅത്നി ഫീ സുബറത്തിൽ മസാകീൻ. ആമീൻ പറയാൻ ആളെ കിട്ടൂലപ്പെട്ട കാലത്ത്. റസൂലുള്ളാഹിയുടെ പ്രാർത്ഥനയാണത്. മനസ്സമാധാനത്തോടു കൂടി പോകുന്ന ഒരു വിഭാഗത്തിന് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന എറിഞ്ഞെന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിനെ മാത്രം സ്നേഹിക്കുന്ന ആളുകളോടൊപ്പം ഇരിക്കാൻ അവസരങ്ങളുണ്ടാവണം. പടച്ചവരെ പേടിക്കുന്ന ആളുകളുടെ സദസ്സുകളിലാണ് വന്നിരിക്കേണ്ടത്. നമ്മൾ ഒരുപാട് സദസ്സുകളിൽ പോകുന്നില്ലേ സംഘാടകരായിട്ട്? അവിടെ അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾ എത്രയാണ് ഉണ്ടാവുക എന്നൊരു കണക്കെടുത്തൂടെ?
ആവേശപൂർവ്വം ചെന്നങ്ങനെ ജാഗരൂകരായി നിൽക്കുന്ന സന്ദർഭത്തിൽ, അപ്പോൾ ആ ഒരു ജാഗ്രത അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾ കിട്ടുന്ന സദസ്സിലിരിക്കാൻ നമ്മൾ കാണിച്ചേ പറ്റൂ. അങ്ങനെയുള്ള സദസ്സുകൾ എവിടെയെന്ന് ചോദിച്ചാൽ സദസ്സുകളെമ്പോഴുമുണ്ട്, നമുക്കതിൽ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇത്തരം കുറേ സംഗതികൾ സൂക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിക്കുവാൻ. ഇൻഷാ അല്ലാഹ് അതിന് പറ്റാവുന്ന രൂപത്തിലുള്ള ദിനരാത്രങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ആ രാപ്പകലുകളെ നന്നായി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള മുന്നൊരുക്കം മാനസികമായി നടത്തണം. മനസ്സുകളെ നനച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി വെക്കുക. സ്റ്റോർ റൂമും അടുക്കളയും ബെഡ്റൂമുകളും ബാക്കിയുള്ള സംഗതികളുമൊക്കെ ക്ലിയർ ആയിക്കഴിഞ്ഞു ഏറെക്കുറെ. ഇനി നമ്മുടെ മനസ്സുകളെ അതേ പണിയെടുക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നല്ല മനസ്സ് നൽകി മനസ്സമാധാനത്തോടുകൂടി ജീവിച്ചു പോകാൻ നമ്മെ എല്ലാവരെയും നാമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. 2-3 കാര്യങ്ങൾ ഉണർത്താനുണ്ട്. ഒന്ന്, നമ്മുടെ മദ്രസയുടെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഒന്ന് പോയി കണ്ടു ബോധ്യപ്പെടണം എല്ലാവരും. എന്നിട്ട് അതുകൊണ്ട് കാര്യമില്ല, അത് ഈ മദ്രസ നമ്മളുടെ ഒരു സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഒരു സാധനമായി അതിൻ്റെ പണി പൂർത്തിയാക്കി നിൽക്കണം. നമ്മളുടെ എന്ന് ഞാൻ പറയുമ്പോൾ നമ്മളുടെ ഈ മഹലിൻ്റെ ആളുകളുടെ മാത്രം കാശ് കൊണ്ട്, അതിന് നേരത്തെ പറഞ്ഞ പോലെ പുറത്തോടെങ്കിലും പോയി കണ്ടിങ്ങനെ കൈ കാണിക്കേണ്ട അവസ്ഥ വരരുത്. അതിന് വരേണ്ട യാതൊരു ആവശ്യവും നമ്മുടെ ഈ മഹലിനില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ചെറിയവർ ചെറിയ തോതിലും വലിയവർ വലിയ തോതിലും അതിലേക്ക് വേണ്ട കോൺട്രിബ്യൂഷൻ നൽകിയേ പറ്റൂ. അത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് എന്ന് കണ്ട് ഇതിങ്ങനെ നിരന്തരം പറയേണ്ടി വരികയാണ്. അങ്ങനെ പറയേണ്ടി വരുന്നത് ഈ വന്ന ഫണ്ടിൻ്റെ കണക്ക് ഞാൻ പരിശോധിച്ചുകൊണ്ട് ആണ് പറയുന്നത്. ഞാനിത് പറയൽ നിർത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക ഏറെക്കുറെ ഫണ്ടായി എന്ന്. അപ്പോൾ എത്ര വെള്ളിയാഴ്ച ഞാൻ പറയണം, എന്നെക്കൊണ്ട് പറയിപ്പിക്കണമെന്ന് ഈ ഇരിക്കുന്ന ആളുകളാണ് അത് തീരുമാനിക്കേണ്ടതെന്ന് സൂചിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ള കളക്ഷൻ ഇവിടെ വേറെ നടത്തുന്നുണ്ട്. അതിൽ എല്ലാവരും സഹകരിക്കണം ഉണർത്തുകയാണ്. അടുത്ത തിങ്കളാഴ്ച 24-ാം തീയതി രാവിലെ 9 മണിക്ക് അരിയല്ലൂരിൽ ആയിഷ ചെറുമുക്ക് സംസാരിക്കുന്നുണ്ട്. MGMൻ്റെ KNMൻ്റെയും കൂടി ഒരു പ്രോഗ്രാമാണ്. അതിലേക്ക് കഴിയുന്നത്ര ആളുകൾ പോകണം. 26-ാം തീയതി ബുധനാഴ്ച 2:30 പൂളക്കുണ്ട് അബ്ദുൽ ജലീൽ സാഹിബിൻ്റെ വസതിയിൽ അഥവാ BM ഹൈസ്കൂളിൻ്റെ എതിർവശത്ത് അൻസബ് സബാഹിയുടെ ഒരു ക്ലാസ് MGM വെച്ചിട്ടുണ്ട്. അതിൽ MGMകാരായ ആളുകൾ കഴിയുന്നത്ര പങ്കെടുക്കണം. നമ്മുടെ ഈ പള്ളിയുമായി സഹകരിക്കുന്ന ഒരു കുടുംബത്തിലെ മുസ്തഫ നഫീസ ദമ്പതികളുടെ മകൻ വിദേശത്ത് മരണപ്പെട്ട വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. മരണങ്ങൾ നമുക്കിടയിൽ ഇങ്ങനെ കൂടി വരികയാണ്. മരിച്ചു പോകുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അദ്ദേഹത്തിന് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ വിയോഗം മൂലം വേദനിക്കുന്ന കുടുംബത്തിന്, മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ചും കുടുംബത്തിലെ മറ്റാളുകൾക്കും അള്ളാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ദീർഘകാലം കടന്നു പോകുന്ന രോഗങ്ങൾക്ക് ശേഷമുള്ള മരണങ്ങളിൽ നിന്നൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് നേരത്തെ മരണപ്പെട്ടു പോയ ആളുകളെയും നമ്മയും അള്ളാഹു സ്വർഗ്ഗലോകത്ത് ഒന്നിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മാനസികമായി തീറ്റുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം പകർന്നു കൊടുക്കുമാറാവട്ടെ. ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات